അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വയനാട്ടിൽ മുസ്ലിമീങ്ങളുടെ ആശാകേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി 25 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങളായി പഠിച്ച് പുറത്തിറങ്ങിയ യുവ പണ്ഡിതന്മാരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അഫ്വ സ്ഥാപനത്തിനും സംഘടനയ്ക്കും സമുദായത്തിനും ഉപകാരപ്രദമായ ധാരാളം സേവനങ്ങൾ ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമായി പുതുവർഷം കടന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിജ്റയുടെ സന്ദേശം സമുദായത്തിന് കൈമാറുക എന്ന ലക്ഷ്യത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അഫ്വ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സായപ്പോൾ പ്രവാചകത്വം ലഭിക്കുകയും അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം പരിശുദ്ധമായ ദീനിൻ്റെ സന്ദേശങ്ങൾ മക്കയിലുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയുമായിരുന്നു. വലിയ ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ രഹസ്യമായ രീതിയിലായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തത്. പരസ്യമായി ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മക്കയിലെന്ന് മുസ്ലിമീങ്ങൾ വളരെ കുറവായിട്ടും രഹസ്യമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങുകയായിരുന്നു. മക്കയിൽ വെച്ചാണ് ജുമുഅ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ ജുമുഅ മക്കയിൽ നിർത്തപ്പെട്ടിട്ടില്ല എന്നും വളരെ വലിയ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് മക്കയിൽ നിർബന്ധമാക്കപ്പെട്ട ജുമുഅ മക്കയിൽ നടപ്പാക്കാതിരുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഒരു കാരണം ജുമുഅ എന്നത് അതിൻ്റെ ഷിആർ, അതിൻ്റെ ചിഹ്നം വ്യക്തമാക്കപ്പെടേണ്ടതാണ്, ഒളിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ജുമുഅക്ക് ആളുകൾ വരികയും അതങ്ങനെ പരസ്യമാവുകയും ചെയ്താൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജുമുഅ അവിടെ നടപ്പിലാക്കാതെ പോയത്. അത്രത്തോളം രഹസ്യമായിട്ടായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്. രഹസ്യമായി അങ്ങനെ പ്രബോധനങ്ങൾ നടത്തി. പിന്നെ അതിങ്ങനെ ശക്തമാകാൻ തുടങ്ങി, ശത്രുക്കളൊക്കെ അറിയാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകനായ ഇലാഹിനെ, അള്ളാഹുവിനെ, സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുകയും പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയും അവരുടെ മതത്തെയും അവരുടെ ആചാരത്തെയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നും സത്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനിടയിൽ അതവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. അതിൽ അവർ പ്രവാചകനോട് ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ
അബൂ താലിബ് എന്നവരോട് ശത്രുക്കൾ പറഞ്ഞു, നിന്റെ മകനെ നീ ഉപദേശിച്ച് മകൻ ചെയ്യുന്ന പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ മുഹമ്മദിനെ കൊന്നുകളയുമെന്ന് അബൂ താലിബിനോട് അവർ പറഞ്ഞപ്പോൾ ആ വിവരം പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ താലിബ് പറഞ്ഞ അവസരത്തിലാണ് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞത്: എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറുകൈയിൽ ചന്ദ്രനും തന്നാൽ പോലും ഞാൻ നിലനിൽക്കുന്ന ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന്, ഇലാഹി ചിന്തയിൽ നിന്ന്, ഇലാഹി വിശ്വാസത്തിൽ നിന്ന്, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭം അതായിരുന്നു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇസ്ലാമിൻ്റെ ദഅവത്തുമായി മുന്നോട്ടു പോകുമ്പോൾ ശത്രുക്കളാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മക്കയിൽ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ളവർക്കും ഒക്കെ വരികയുണ്ടായി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ, നബിയെ അങ്ങ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യണമെന്ന്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അവിടുത്തെ ഓർഡർ പ്രകാരമാണ് പലായനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഹിജ്റയുടെ ചരിത്രം പറയുമ്പോൾ ഇതൊരു ഒളിച്ചോട്ടമായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്ത ഒരു പോക്കായിട്ടോ നമ്മൾ മനസ്സിലാക്കരുത്. ഇതിലൊക്കെ അള്ളാഹുവിന് വലിയ രഹസ്യങ്ങളും യുക്തികളുമുണ്ട്. മദീന പ്രശസ്തമാവാൻ കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഹിജ്റയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും നല്ല സന്ദേശങ്ങളും ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പകർത്താൻ പറ്റിയ ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രവും കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. നീണ്ട ചരിത്രമാണ് ഹിജ്റ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ സഫർ മാസം 27-ന്, അതും ഒരു വ്യാഴാഴ്ച ദിവസത്തിലായിരുന്നു തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും പ്രവാചകരുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ നീക്കങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവാചകന് താങ്ങും തണലുമായി, വലിയ സഹായിയായി അബൂബക്കർ തങ്ങൾ എല്ലാ രംഗത്തുമുണ്ട്. അതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ കൂടെ ഉണ്ടായിരുന്നു. നബിയുടെ കൂടെ നടക്കുമ്പോൾ നബിയുടെ പല ഭാഗത്തുമായിട്ടാണ് നടക്കാറുള്ളത്. മുന്നിലും പിന്നിലും വലഭാഗത്തും ഇടഭാഗത്തുമൊക്കെ ആയിട്ട് നടക്കുന്നത് ആ ശത്രുക്കളുടെ ഷർറുകൾ തടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പല ഭാഗങ്ങളുമായി നടക്കും. അങ്ങനെ നടന്ന് അവർ രണ്ടുപേരും, അള്ളാഹുവിൻ്റെ പ്രവാചകനും സിദ്ദീഖ് തങ്ങളും, സൗർ ഗുഹയിൽ എത്തിച്ചേരുകയാണ്. ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് സൗർ ഗുഹയിലേക്ക് കടക്കുന്നത്. കാരണം അതിൽ താമസിക്കാൻ പറ്റുമോ, കയറാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ കയറി നോക്കുമ്പോൾ കുറേ മാളങ്ങൾ കണ്ടു. തൻ്റെ വസ്ത്രം മുറിച്ച് എല്ലാ മാളങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കുകയും അവസാനം ഒരു മാളം ബാക്കിയായപ്പോൾ തൻ്റെ കാലിൻ്റെ മടമ്പ് കൊണ്ട് അവിടെ ചവിട്ടി പിടിക്കുകയുമായിരുന്നു, അമർത്തി പിടിച്ചു. ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പാമ്പ് കടിയേറ്റതും ചരിത്രം പറയുന്നു. അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുക്കി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പാമ്പ് കടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോഴും വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരുതിയിരുന്നത്. ആ ഗുഹയുടെ ഉള്ളിൽ വലിയ കല്ലുകളും പാറകളും ഒക്കെ നിറഞ്ഞ നല്ല ചൂടുള്ള അവസ്ഥയിൽ 3 ദിവസം ആ ഗുഹയിൽ കഴിഞ്ഞു കൂട്ടുമ്പോഴുള്ള വിഷമവും അവസ്ഥയും നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇടുങ്ങിയ ആ ഗുഹയിൽ 3 ദിവസം അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും
കഴിച്ചു കൂട്ടിയത് നമുക്കൊക്കെ വലിയ ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. ആ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുഹയിൽ ഇരിക്കുന്ന പ്രവാചകനെ സംരക്ഷിക്കാൻ ഒരു മരം അതിൻ്റെ മുമ്പിൽ വന്നു നിന്നതും, അതുപോലെ പ്രാവുകൾ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും, ചിലന്തികൾ വല നെയ്തതുമൊക്കെ വലിയ ചരിത്രമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ആ ഗുഹാമുഖത്തെത്തിയ ശത്രുക്കൾ ഇവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ സംരക്ഷണമാണത്. അവിടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, നബിയും സിദ്ദീഖ് തങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായും അവരെ വധിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ രക്ഷപ്പെടുത്തി. ആ ഗുഹയിൽ 3 ദിവസം കഴിച്ചു കൂട്ടിയതിനു ശേഷം റബീഉൽ അവ്വൽ മാസം 1 അഥവാ തിങ്കളാഴ്ച ദിവസമാണ് പിന്നെ ആ ഗുഹയിൽ നിന്ന് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുന്നത്. ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. കൂടെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. വഴികാട്ടിയായി മറ്റു സഹാബികളും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ കൂടെ ഉണ്ടായിരുന്നു. റബീഉൽ അവ്വൽ 1 പുറപ്പെട്ട് 8 ദിവസം വളരെ ത്യാഗം ചെയ്തുകൊണ്ട് യാത്ര ചെയ്ത് ഖുബാ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അന്ന് അവിടെ പള്ളിയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കുൽസൂം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത്. 4 ദിവസം ഖുബായിൽ താമസിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഖുബായിൽ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ഇന്നും ഖുബാ പള്ളി എന്ന് പറയുമ്പോൾ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് പോവുകയും നിസ്കരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പള്ളി ഇന്നും മനോഹരമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഖുബായിൽ ഒരു പള്ളി നിർമ്മിച്ചത് ഹിജറയുടെ സംഭാവനയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പോയി വെള്ളിയാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 മദീനയിൽ എത്തിച്ചേർന്നു. ഇങ്ങനെ നീണ്ട ദിവസങ്ങൾക്കൊടുവിലാണ് സഫർ മാസം 27 ഇറങ്ങി റബീഉൽ അവ്വൽ 12 മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സ്വഹാബത്തുമൊക്കെ എത്തിച്ചേരുന്നത്. ഈ ഹിജറ തീർത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു വലിയ സേവനമായിരുന്നു. താൻ ജനിച്ച നാടും വീടും കുടുംബങ്ങളും പണവും എല്ലാം ഉപേക്ഷിച്ച് മക്കയോട് വിട പറഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലക്ഷ്യം ദീനിൻ്റെ നിലനിൽപ്പായിരുന്നു, ദഅവത്തായിരുന്നു, പടച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിജറ മനുഷ്യർക്ക് വലിയ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ശത്രുവിനെ ഭയപ്പെടേണ്ടി വന്നാലും താൻ വധിക്കപ്പെടുമെന്ന് കണ്ടാലും ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഉയർത്തിപ്പിടിച്ച ആദർശം താഴ്ന്നു പോകാൻ പാടില്ല. എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. എന്നാൽ അള്ളാഹു കൂടെയുണ്ടാകും, അവൻ സംരക്ഷണം നൽകും. അള്ളാഹു ഏറ്റെടുത്ത ഒരാളെയും അവൻ വെറുതെയാക്കുകയില്ല എന്ന് ഈ ഹിജറയുടെ സന്ദേശമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഈ ഒരു ഗുണപാഠങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വീടുകളും കുടുംബങ്ങളും നാട്ടുകാരും എല്ലാം ഉണ്ട്. ഇസ്ലാമിന് വേണ്ടി നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ട ആവശ്യം ഇന്ന് വരുന്നില്ല. നമ്മെ വീട്ടിൽ നിന്നാരും പുറത്താക്കുന്നില്ല. എന്നാലും നമുക്കൊരു ഹിജറയുണ്ട്, ഒരു സത്യവിശ്വാസിക്കൊരു ഹിജറയുണ്ട്. ആ ഹിജറ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിക്കാൻ പറഞ്ഞ, അവൻ വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ തൊട്ടുള്ള ഹിജറയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കാണ് ആ ഹിജറ. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ബാത്തുലിൽ നിന്ന് ഹക്കിലേക്ക്,
ഇങ്ങനെ നന്മയുടെ മാർഗത്തിലേക്കുള്ള ഹിജറയാണ് ഒരു മുസ്ലിം നടത്തേണ്ടത്. അവൻ്റെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ അവൻ്റെ കൽബ് ശുദ്ധിയാക്കണം. എല്ലാവിധ തെറ്റുകുറ്റത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മനസ്സുണ്ടാകണം. മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ദീനിനെ കൈവിടരുത് എന്ന ഏറ്റവും വലിയ സന്ദേശം ഹിജറ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മുടെ ശിഷ്ടകാല ജീവിതം സമർപ്പിക്കുവാനും ത്യാഗം ചെയ്യുവാനും അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.